ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലതായിട്ട് ഫ്രൂട്ടും നട്ടും അതുപോലെ തന്നെ ഓറഞ്ച് ജ്യൂസും റമ്മും കൂടെയൊക്കെ ചേർത്തിട്ടുള്ളൊരു അടിപൊളി ക്രിസ്മസ് പ്ലം കേക്കാണ് കേട്ടോ. അപ്പം വളരെ പ്രൊഫഷണൽ രീതിയിലൊന്നും അല്ല ഞാനിത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതെങ്കിലും ഇതുണ്ടാക്കിയ സമയത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ കൂടിയാണ് ഞാൻ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം അതെങ്ങനെയാണ് ഞാൻ ചെയ്തതെന്നുള്ളത് നമുക്കൊന്ന് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി എടുത്ത് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. 2 ഓറഞ്ച് നന്നായിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള ആ ഓറഞ്ച് ജ്യൂസിലും അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് ഓൾമങ്കിൻ്റെ റമ്മുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഓൾമങ്കിന് പകരം വിസ്കിയോ ഷാമ്പെയിനോ അതുപോലെ തന്നെ റമ്മോ വൈനോ എന്തെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഞാനിത് രണ്ടും കൂടിയാണ് മിക്സ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയാനായിട്ട് 1/4 കപ്പ് ഉണക്കമുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് ക്രാൻബെറി, 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടി, ഓറഞ്ച് ജസ്റ്റ് ഒരു ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഡേറ്റ്സും ഡ്രൈഡ് ആപ്രിക്കോട്ടും 5 തൊട്ട് 6 നമ്പർ വരെ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൻ്റെ അനുസരിച്ചിട്ട് അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാനൊരു 2 തൊട്ട് 3 ആഴ്ച വരെയൊക്കെ ഞാനിത് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസമൊക്കെ കൂടുന്ന സമയത്ത് അത് ജസ്റ്റ് ഒന്ന് കുടഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇടണം. ഇതിപ്പോൾ ഒരാഴ്ചയൊക്കെ ഒന്ന് കഴിയുമ്പോഴത്തേക്കിട്ടുണ്ട് നന്നായിട്ട് സോക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. 1 കപ്പ് മൈദയ്ക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു ലേശം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, അതുപോലെ തന്നെ ഞാൻ ജാതിപത്രി എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ജാതിപത്രിയുടെ ആ ജാതിക്കേൻ്റെ ആ കുരു ആണ് കുറച്ച് ഒന്ന് പൊടിച്ചിട്ട് ഞാൻ അത്രയും എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം അതും കൂടി ചേർത്തിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ഒരു 1/4 കപ്പോളം പഞ്ചസാര എടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് പൊടിച്ചു മാറ്റിയിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ നമ്മുടെ സോക്കായിട്ടിരിക്കുന്നിട്ടുള്ള ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ച് വെച്ചതിനകത്ത് തന്നെ ഞാൻ ഒരു 1/4 കപ്പോളം ഒരു മിക്സഡ് നട്ട്സും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കുറച്ചൊരു മൈദ പൗഡറിൽ ഈ നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ നട്ട്സും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കുക. ഇനി ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട്. അതെന്തിനെന്ന് പറഞ്ഞാൽ ഒന്ന് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കേക്കിന് നമുക്കൊരു ബ്രൗൺ കളർ വേണമല്ലോ. അപ്പോൾ ആ ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 കപ്പിൽ നിങ്ങൾക്ക് കാരമലൈസ് ചെയ്തിട്ട് അതെടുക്കാം. ഒരു 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം ബട്ടറിൻ്റെ കൂടെ തന്നെ പഞ്ചസാരയും കൂടി ബാച്ചായിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ പഞ്ചസാര എല്ലാം ഇപ്പോൾ അതിനകത്ത് ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ 3 മുട്ട എടുക്കുന്നുണ്ട്. ഈ 3 മുട്ടയും ഓരോന്നും പൊട്ടിച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആണ് ഓരോരോ മുട്ട നമ്മൾ ചേർക്കുന്നത്. അങ്ങനെ ഈ 3 മുട്ടയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഒരു ടീസ്പൂണോളം വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇടഞ്ഞു വെച്ചിരിക്കുന്ന മൈദേൻ്റെ മിക്സും കൂടി നമുക്ക് ചേർത്ത് അതിനകത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അധികം ബീറ്റ് ചെയ്യാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഉള്ള ഒരു തവി വെച്ചിട്ടെങ്ങാനും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം ഇളക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാം. അപ്പോൾ ഒരു അരഭാഗത്തോളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, അതിനകത്തുള്ള എയർ ബബിൾസ് എല്ലാം മാറാനായിട്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള നട്ട്സൊക്കെ വെച്ചിട്ട് അതൊന്ന് അലങ്കരിക്കാം. ഞാനിപ്പോൾ കാഷ്യൂ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അത് നന്നിടുന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മളൊരു 10 മിനിറ്റോളം നമ്മളൊന്ന് അവൻ സെറ്റപ്പ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു 40 തൊട്ട് 45 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ കേക്ക് ഒന്ന് ബേക്കായിട്ട് വരാൻ ടൈം എടുക്കും. സോ അതൊരു 40-45 മിനിറ്റ് ആയതിനു ശേഷം നന്നായിട്ടായി വന്നിട്ടുണ്ട്. അപ്പം അത് നന്നായിട്ട് റൂം ടെമ്പറേച്ചറിലേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇത് നമ്മൾ അൺമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ കഴിക്കും. ഇത് ഞാൻ ഒന്നും കൂടെ ഒന്ന് സോക്ക് ചെയ്ത് ഒരു 2 ദിവസം കഴിഞ്ഞിട്ടേ എടുക്കുകയുള്ളൂ. പ്ലം കേക്കിൻ്റെതായിട്ടുള്ള രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ. അപ്പോൾ ഇനി നമ്മൾക്കിത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്ന കേക്കാണ്. അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. റം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തും അതുപോലെ തന്നെ സൈഡിലുമെല്ലാം നന്നായിട്ടൊന്ന് റമ്മിൻ്റെ മിക്സ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇത് കേടാവാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ഉപയോഗിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഫോയിൽ പേപ്പർ അല്ലെങ്കിൽ ക്ലിങ് ഫിലിം നല്ല വൃത്തിയുള്ള എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നിങ്ങൾക്ക് ഇത് കവർ ചെയ്ത് 2 ദിവസം സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ 5-6 ദിവസത്തിൽ കൂടുതൽ വയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് റെഫ്രിജറേറ്റ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും നന്നായിട്ട് ഇത് 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഞാനത് എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2 ദിവസം കഴിഞ്ഞ് ഒരു 48 hours എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പേപ്പർ തുറക്കുമ്പോൾ ഉള്ളൊരു മണം ഉണ്ടല്ലോ, ഒരു പ്ലം കേക്കിൻ്റെയും റമ്മിൻ്റെയും എല്ലാം കൂടെ ഒന്ന് ചേർന്നിട്ടുള്ള നല്ലൊരു സ്മെല്ലാണത്. അപ്പോൾ എന്തെങ്കിലും നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റാണ്, നല്ല മോയിസ്റ്റായിട്ടൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മുറിച്ച് വൈൻ്റെ കൂടെയൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞാൽ ക്രിസ്മസിന് നമുക്ക് സ്പെഷ്യൽ ഒക്കേഷനിൽ എസ്പെഷ്യലി ക്രിസ്മസിനാണ് നമ്മൾ ഈ പ്ലം കേക്ക് കൂടുതലും യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ വളരെ എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റിയൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും പറ്റുന്ന പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ബൈ.